ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്ന് മൈസൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പാലക്കാടും കോയമ്പത്തൂരും ഒക്കെ കുറേ വർക്ക് സൈഡിലും മീറ്റിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു ട്രിപ്പ് മോഡ് സ്റ്റാർട്ട് ചെയ്തത്. വർക്കിൽ പോകുമ്പോൾ നമ്മൾ ആ ഒരു ടെൻഷനിലും ആ ഒരു പ്രിപ്പറേഷൻ്റെയും സ്ട്രെസ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കഴിച്ച ഭക്ഷണങ്ങളൊന്നും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയില്ല. പിന്നീട് വർക്ക് കഴിഞ്ഞിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ നമ്മുടെ കുഴിയപ്പത്തിൻ്റെ ചട്ടിയിൽ നമ്മുടെ ഇഡ്ഡലി മാവ് ദോശമാവൊക്കെ ഇട്ടിട്ട് സവാളയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ, അത് ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്കൊരു വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ടേസ്റ്റി ആയിട്ട് തോന്നിയൊരു ഫുഡ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാണ്. ഇത് കോയമ്പത്തൂർ ടൗണിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. പിന്നീടാണ് നമ്മൾ മൈസൂർക്ക് പ്ലാൻ ചെയ്തതൊക്കെ. മൈസൂർ പോകാനായിട്ട് നമ്മൾ സത്യമംഗലം കാട് ക്രോസ് ചെയ്തിട്ട് വേണമായിരുന്നു പോകാനായിട്ട്. പക്ഷേ അവിടെ പോകുന്നതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും. ഒന്നല്ലെങ്കിൽ നമ്മൾ അവിടെ കിടക്കണം. അപ്പോൾ ആ സമയത്ത് ആനയൊക്കെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് കിട്ടിയില്ല. ഒരു ആന നമ്മുടെ വണ്ടിയുടെ നേരെ ഇങ്ങനെ കുത്താനൊക്കെ വന്നു. നമ്മൾ പേടിച്ചു. നമ്മുടെ മുന്നിലുള്ള വണ്ടിയും നമ്മളും കൂടി ജോയിൻ ചെയ്തിട്ട് വേറൊരു വഴി കൂടെ നമ്മൾ പോവുകയാണ് ചെയ്തത്. ആക്ച്വലി നമ്മൾ ട്രിപ്പ് പോയ ആദ്യത്തെ ദിവസം നല്ല പൊട്ട ദിവസമായിരുന്നു, എല്ലാം കൊണ്ടും പൊട്ട ദിവസമായിരുന്നു. ആകെ ഞാൻ പറഞ്ഞില്ലേ, വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് 2-3 മൃഗങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്തെന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ മറ്റേ ചെക്ക് പോസ്റ്റിൽ കിടക്കണമെന്ന് വിചാരിച്ച സമയത്ത് കുറേ കാട്ടുമൃഗമൊക്കെ വരുന്നു. സാധാരണ കാണാൻ ഇഷ്ടമാണെങ്കിലും നമുക്ക് കുറച്ച് പേടിയായി. അങ്ങനെ നമ്മൾ മൈസൂർ ചെന്നിട്ട് റൂം എടുത്തിട്ടാണ് റിലാക്സ് ആയത്. നമ്മൾ ഗോപികോ വഴി ആണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് റൂം. ഒരു സാധാരണ ചെറിയ ഒരു റൂമാണ് എടുത്തത്. മൈസൂർ ടൗണിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് മാറിയിട്ടാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാം. 2 സ്ഥലത്ത് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് മൈസൂർ പാലസും ഒന്ന് സൂവിലും. അപ്പോൾ രാവിലെ തന്നെ മൈസൂർ പാലസിൽ പോയാലാണ് എത്ര സമയം എടുക്കുമെന്ന് അറിയില്ലല്ലോ. പിന്നീട് വൈകുന്നേരം സൂ എന്നുള്ള പ്ലാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുക. അങ്ങനെയൊരു ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഹോട്ടലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെക്ക് ഇൻ ടൈമിനും കുറേ വ്യത്യാസമായിട്ടാണല്ലോ വന്നത്. പക്ഷേ അവർ നമുക്ക് ചെക്ക് ഔട്ട് ടൈമും ചെക്ക് ഇൻ ടൈമിലൊക്കെ വ്യത്യാസം വരുത്തി തന്നു. നമുക്ക് പ്രോപ്പർ റെസ്റ്റ് കിട്ടിയത് കാരണം. പിന്നെ ഉറങ്ങി എഴുന്നേറ്റിട്ട് നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മളൊരു മട്ടൻ കറിയും ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടൽ എനിക്ക് അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഹോട്ടലിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. കറിയാണെന്നുണ്ടെങ്കിലും എനിക്ക് അത്ര അങ്ങോട്ട് ചില ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അവിടെ ഒരു വൃത്തി പോരാ. ഇങ്ങനെ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ യൂഷ്വലി ഞങ്ങൾ വെജിറ്റബിൾസ് ആണ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ്സാണ് കഴിക്കാറുള്ളത്. അന്ന് പിന്നെ അങ്ങനെ നോൺ വെജ് കഴിക്കേണ്ടി വന്നു. നല്ല ഹോട്ടൽ കാണാനുണ്ട്. പക്ഷേ അവിടെ ഒരുപാട് ഹോട്ടലുകളുണ്ട്. ആശീർവാദ് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹോട്ടലൊക്കെ ഉണ്ട്. ഇത് കൂടാതെ നമ്മൾ ലാസ്റ്റ് തിരിച്ച് പോരുന്ന സമയത്ത് കഴിച്ചൊരു ഹോട്ടലുണ്ട്. അടിപൊളി ഫുഡാണ് അവിടെ. അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പേരടക്കം ഷെയർ ചെയ്യാം കേട്ടോ. ഈ വീഡിയോയുടെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട്. പിന്നെ മൈസൂർ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള നാട്ടുപ്രദേശങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് കാളവണ്ടീനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ മൈസൂർ ടൗണിലേക്ക് എത്തുമ്പോൾ ഇഷ്ടം പോലെ കുതിരവണ്ടി കാണാൻ പറ്റും. അതുപോലെ തന്നെ പാലസിൻ്റേതായിട്ട് തോന്നിപ്പിക്കുന്ന മിനാരങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് വഴിയിൽ പറ്റും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബ്രഞ്ചായിട്ടാണ് കഴിച്ചത്. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒന്നിച്ച് കഴിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ലഞ്ച് കഴിച്ച വീഡിയോ ഇല്ല കേട്ടോ. പിന്നെ ഒരു പ്രതിമേനെ പതിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പോലീസ് ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒത്തിരി കുതിരവണ്ടികളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ മൈസൂർ പാലസിലൊക്കെ കയറി കോട്ടകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അവിടെ ഒന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പാലക്കാട് കോട്ടയിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട്. കാർ പാർക്കിങ്ങിന് നമ്മൾ ഫീസ് കൊടുക്കണം. കൊട്ടാരത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്, കുത്തുപണികളൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതൊക്കെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് നമുക്ക് പാലസ് ഇങ്ങനെ കണ്ടു തുടങ്ങും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ചെന്ന് ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസും സിംഗിൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഗാർഡനാണ് കാണുന്നത്. ഗാർഡൻ അത്ര നിറച്ച് പൂക്കളും മരങ്ങളും ചെടികളൊന്നും ഇതിൽ എനിക്ക് തോന്നുന്ന സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപാട് ആളുകൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. യൂഷ്വൽ സെക്യൂരിറ്റി ചെക്കിംഗ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി. അതുപോലെ നമ്മുടെ ചെരുപ്പ് അവിടെ അലൗഡ് അല്ല. ചെരുപ്പ് നമ്മൾ കൊടുത്ത് ഒരു ടോക്കൺ തരും അവർ. അപ്പോൾ അത് നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഇറങ്ങുമ്പോൾ അത് കൊടുത്ത് നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ചെരുപ്പിട്ടിട്ട് കൊട്ടാരത്തിൽ നടക്കാൻ പാടില്ല. എനിക്ക് പേഴ്സണലി ഈ കൊട്ടാരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡോറുകളിലുള്ള വർക്കുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മീൻസ് റൂഫിലുള്ള വർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന ആൻറ്റിക് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കൊത്തുപണി കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ചെന്ന് കണ്ടപ്പോൾ മണിച്ചിത്രത്താഴ് സിനിമയുടെ ഹിന്ദി ഭൂൽ ഭുലയ്യ എന്ന് പറയുന്ന സിനിമ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. മണിച്ചിത്രത്താഴിൻ്റെ അത്രയും കണ്ടിട്ടില്ല, എങ്കിലും ഭൂൽ ഭുലയ്യ കണ്ടപ്പോൾ കണ്ട ആ ഒരു കൊട്ടാരത്തിലെ സീനുകൾ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത്. അതുപോലെ തന്നെ ജോധ അക്ബർ സിനിമയിലത്തെ ആ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണെന്നൊക്കെ തോന്നി, പക്ഷെ പിന്നെ പോയി കണ്ടപ്പോൾ അതല്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ സിനിമയിലൊക്കെ കണ്ട ആ ഒരു ആർട്ടും സീൻസും ഒക്കെയാണ് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ ഈ ആർട്ടുകളെ കുറിച്ചിട്ടൊക്കെ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കോള് വന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. എനിക്കും വരുന്നുണ്ടായ, ഹസ്ബൻഡിന് അപ്പോൾ കോള് വരുമായിരുന്നു. അപ്പോൾ പുള്ളിനെ നമുക്ക് മിസ്സായി പോകരുതല്ലോ കുട്ടികളെന്തുണ്ട്. അതുകൊണ്ട് എനിക്കതൊന്നും വായിച്ച് നിൽക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. കുറച്ചൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് പോന്നു, പക്ഷേ എന്നാലും എനിക്കത് ക്ലിയർ ആയിട്ട് ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കാണുന്ന ടെയിലിൻ്റെ ആർട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് മുഗൾ ആർട്ട് പോലെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. എന്നാൽ നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഇന്ത്യൻ ട്രഡീഷണൽ ഐഡൽസും ദേവന്മാരുടെയും ദേവിമാരുടെയൊക്കെ പിക്ചേഴ്സും കാര്യങ്ങളുമാണ് കൂടുതലായിട്ട് ഈ ഒരു പാലസിൽ കാണാൻ പറ്റുക. ചിലയിടത്തൊക്കെ എനിക്ക് റോമൻ അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക ഗ്രീക്ക് ദേവന്മാരും അവരുടെയൊക്കെ പെയിൻറ്റിങ്ങുകളിലൊക്കെ കണ്ടിട്ടുള്ള ചില ആർട്ടുകളും എന്താ പറയുക പ്രതിമകളും ഒക്കെ ഫീൽ ചെയ്തു. എനിക്ക് ശരിക്കും ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ എനിക്കറിയില്ല, ഇത് എപ്പോഴാണ് പണ്ടൊന്നും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡായിട്ട് അറിയില്ല. പക്ഷേ എനിക്കതിനെക്കുറിച്ചിട്ട് അറിയണം എന്ന് താല്പര്യമുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഈ ഒരു തൂണൊക്കെ ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് എനിക്കൊരു ഇന്ത്യൻ ട്രഡീഷണൽ സംഭവമായിട്ടല്ല ഫീൽ ചെയ്തത്. അപ്പോൾ എവിടെയോ അവിടെ എഴുതിയതിൽ വായിച്ചു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ പേർഷ്യൻ ഫ്യൂഷൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ആർട്ടിൽ എന്നാണ് അറിയാൻ പറ്റിയത്. എനിക്ക് അത് ഫുൾ വായിക്കാനായിട്ട് പറ്റിയില്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് കുറച്ച് ഗ്രീക്ക് ആർട്ടും കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കണ്ട ലൈറ്റുകളാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ അവിടെ ഒരു ഫാനൊക്കെ തൂങ്ങി കിടക്കുന്നു. ഈ ഒരു ലൈറ്റൊക്കെ കാണുമ്പോൾ എനിക്കൊരു പ്രേത സിനിമയുടെ സെറ്റിൽ പോയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. പെയിൻറ്റിങ്സൊക്കെ ഞാൻ നോക്കി ആസ്വദിച്ചാൽ പോയത്. എല്ലാത്തിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഇതുപോലെ തന്നെയുള്ളതായിരുന്നു അവരുടെ പടയാളികൾ അണിനിരന്ന് നിൽക്കുന്നതും കുതിരപ്പടയാളികളും അങ്ങനെ ഓരോരുത്തരും അണിനിരത്തി വെച്ചിട്ടുള്ളതിൻ്റെയൊക്കെ പെയിൻറ്റിങ് ആണ്. പിന്നെ ഒരു റൂമിൽ ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് ഞാൻ അവിടെ കണ്ടത് രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്സ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കണ്ട ഫ്ലോറിൽ ടൈൽസ് ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ഫീൽ ചെയ്തു. പൊതുവേ ഇങ്ങനെയുള്ള ആർട്ടുകളും പെയിൻറ്റിങ്സൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ശരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ചെന്ന് കണ്ടുപോരുക എന്നല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പം ഞങ്ങൾ പോയതിൽ എൻ്റെ ഹസ്ബൻഡിന് തീരെ ഇതൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇന്ന സ്ഥലം അങ്ങനെയൊന്നും പറഞ്ഞു പോകുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതെനിക്ക് വേണ്ടി മാത്രം വന്നതായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരണം എന്നുണ്ടായിരുന്നു, എനിക്കിതൊക്കെ കാണണം എന്നുണ്ടായിരുന്നു, എൻജോയ് ചെയ്യണം എന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇതൊന്ന് സേവ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. എനിക്കറിയാം വൺസ് ഇൻ എ ലൈഫ് ടൈം മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കണ്ട പെയിൻറ്റിങ്സിൽ രവിവർമ്മ പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്ന എൻ്റെ മൂത്തുമ്മാടെ മോളുണ്ട്, റാണിനെയാണ്. റാണി കേൾക്കുന്നുണ്ടെങ്കിൽ മിസ് യു റാണി. റാണി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവളും ഇതിനോട് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ആളിങ്ങനെ ടൈം എടുത്തെടുത്ത് പോയിക്കോളും. എനിക്കിതിൻ്റെ ഇടയിൽ ഒരുപാട് തവണ നല്ല വഴക്ക് കേട്ടിരുന്നു. എന്ത് നോക്കി നിൽക്കുകയാണ് കുറേ നേരമല്ലോ എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ശരിക്കും ബോറടിക്കുന്നുണ്ടായിരുന്നു, പിള്ളേർക്കാണെങ്കിലും നന്നായിട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ ഇനി ചിലപ്പോൾ ഞാൻ വരുമെന്ന് സംശയമുള്ള സ്ഥലമാണ്. അപ്പോൾ കിട്ടിയൊരു ചാൻസാണ്. ഞാനപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. കുറച്ച് വഴക്ക് കേട്ടാലും വേണ്ടില്ല എന്നോർത്ത് യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ പോയി ഇങ്ങനെ ചെല്ലുന്ന സ്ഥലത്ത് ജോധ അക്ബറിലൊരു ഫൈറ്റിംഗ് സീനില്ലേ ഐശ്വര്യ റായും ഋതിക് റോഷനും, അതുപോലത്തെ ഒരു സ്ഥലം കണ്ടിരുന്നു. 2 ജാഗ്വറൊക്കെ ആയിട്ട്. പക്ഷേ അത് രണ്ടും സെയിം ലൊക്കേഷൻ അല്ലെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ അതുപോലത്തെ ഒരു സ്ഥലം കണ്ടേ എന്ത് രസമായിരുന്നു അറിയോ. എനിക്കത് കണ്ടിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഒന്നും എൻട്രി ഇല്ല കേട്ടോ, ജസ്റ്റ് ആ ജനലിൽ നിന്ന് നോക്കാമെന്നേ ഉള്ളൂ. അതുപോലെ ഈ ആനയുടെ പ്രതിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അത് ഞാൻ കുറേ നേരം കണ്ട് ആസ്വദിച്ച് നിന്ന സംഭവമാണ്. ഇപ്പോൾ നിങ്ങളിവിടെ ലൈറ്റ് പിടിച്ച് നിൽക്കുന്ന മറ്റേ പ്രതിമകളെ കാണുന്നില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഗ്രീക്ക് ദേവന്മാരെയും ഗ്രീക്ക് പെയിൻറ്റിങ്ങിലുള്ള പിക്ചേഴ്സൊക്കെ പോലെ തോന്നിയെന്ന് പറഞ്ഞതിൽ ചിലതാണ് കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കേ.
പിന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ്, അതായത് ആ സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു ഡോക്യുമെൻ്ററി സംഭവമൊന്നും അല്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമായിരുന്നു. ഇത് എനിക്ക് വന്ന ഫീലിങ്സ്, അല്ലെങ്കിൽ എനിക്ക് എന്താണോ തോന്നിയത് ആ പെയിൻറ്റിങ് കണ്ടപ്പോൾ എന്നുള്ളത് എനിക്ക് ഇതിൻ്റെ അകത്തുകൂടി ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ പണ്ടത്തെ ഹിന്ദി സീരിയലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറേ ഉണ്ട് അതുപോലത്തെ. രാജാവ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ദർബാർ കൂടുക എന്നോ മീറ്റിംഗ് കൂടുക എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ തൂണുകളും വർക്കുകളൊക്കെ അതിമനോഹരമാണ്. തൂണുകൾക്ക് തന്നെ വ്യത്യാസമുണ്ട്. 3 അടുപ്പിച്ച് വെച്ചിട്ടല്ല, ഒരു തൂണ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിന്ന് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന ഈ തൂണ് പ്യുവർ മാർബിളാണ്. പിന്നെ മരത്തിൻ്റെ തന്നെ ഈ ഒരു ഡോറിൻ്റെ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മയിലിനെയൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് അത്ര രസമുണ്ട്. പിന്നെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് നമ്മൾ ഈ കൊടുക്കുന്ന ഫീസൊക്കെ ശരിക്കും മുതലാവുമെന്ന് തന്നെ അറിയില്ല. അത്രയും ഉണ്ട്. ഒരു റൂമിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് മറ്റു റൂമുകൾ. പിന്നെ അവിടുത്തെ ഗാർഡൻ ആണെന്നുണ്ടെങ്കിലും, സോ അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കാൻ തന്നെ എനിക്കറിയില്ല നമ്മളീ കൊടുക്കുന്നതൊക്കെ തികയുമെന്ന്. അതുപോലെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നിയ ഒന്നാണിത്. ഇത് ആനക്കൊമ്പാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ആനക്കൊമ്പ് വെച്ചിട്ടാണോ ഈ ആർട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന്. പിന്നെ ഇങ്ങനെയുള്ളത്, ഈ ഒരു ആർട്ട് കുറച്ചധികം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ലൈറ്റുകൾ, സംഭവങ്ങളൊക്കെ, ഇതൊക്കെ ശരിക്കും ഏതെങ്കിലും സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാൻ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഏതെങ്കിലും സിനിമയിൽ ഇതൊക്കെ എടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയ എന്തോരം, മീൻസ് ഇതിപ്പോൾ അവർ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മട്ടാഞ്ചേരി പാലസൊക്കെ പോലെയല്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകൾ, ഇതൊന്നും എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതിനേക്കാളൊക്കെ ഒത്തിരി നല്ല രീതിയിൽ അവരത് കൊണ്ടു നടക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാലസാണ്. പുറത്തു നിന്നുള്ള സൂര്യപ്രകാശത്തിൻ്റെ ലൈറ്റാണ് ആ കാണുന്നത്, ആ ഒരു ജനാലിലുള്ളത്. അതൊക്കെ എത്ര മനോഹരമായിട്ടാണെന്ന് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡിൽ ശരിക്കും സൺലൈറ്റ് കിട്ടുന്നതാണ്. പിന്നെ ഇപ്പോൾ അവിടെ കാണുന്ന വാതിലൊക്കെ വെള്ളി കൊണ്ടുള്ളതാണ്. ഇതല്ല ഞാൻ പറഞ്ഞത്, ആ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട വാതിലുകളൊക്കെ വെള്ളി വെച്ചിട്ട് ഉള്ളത്. ഇപ്പോൾ കാണുന്ന വാതിലൊക്കെ വെള്ളിയുടെ വാതിലുകളാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും അത്ര വലിയ എന്താ പറയുക ഇത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ മുകളിൽ കാണുന്നതൊക്കെ, അതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. സൂര്യൻ്റെ പ്രകാശം അടിച്ചിട്ട് ആ ജനലിൻ്റെ ഭംഗി കൂടുന്നുണ്ടോ, അതൊക്കെയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് ടൈം മൈസൂർ പാലസ് കണ്ട എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്കതങ്ങനെ കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എടുത്തു വെക്കണം എന്നുണ്ടായിരുന്നു. എഴുതാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ റൂമിൽ പോയി ഫ്രഷായി പോകാൻ റെഡിയായിട്ട് നമ്മൾ സൂവിലേക്കാണ് പോയത്. ഇത് കൂടാണ്ട് എന്തോ അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഒന്നും നമ്മൾ പോയില്ല. സൂവിലെത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോയൊരു ട്രിപ്പാണ്. പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങളുടെ പുറത്താണ്. അതായത് മൈസൂർ പാലസിൽ പോയത് എനിക്ക് വേണ്ടി മാത്രമാണ്. അത് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ വിശ്വാസമായത് അവിടെ എത്തി എന്നുള്ളത്. സൂവിൽ പിള്ളേരുടെ അടുത്ത് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നതുകൊണ്ട് അതിനൊരു ചാൻസ് കണ്ടിരുന്നു. പക്ഷേ ചെന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റായിരുന്നു ജിറാഫ് അങ്ങനത്തെ സംഭവമൊക്കെ, അതിനെയൊക്കെ കാണാൻ എത്തിയപ്പോഴത്തേക്കും ഇരുട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും പോകാവുന്ന രീതിയിൽ സെറ്റാക്കുക. പാലസ് ആണെങ്കിലും രാവിലെ നേരത്തെ ചെന്നാൽ ഈ 2 സ്ഥലമായിരിക്കും ഒറ്റൊരു ദിവസത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. പിന്നെ ഒരു അക്വേറിയം സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അതും കൂടി നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കുറച്ചധികം ദിവസമൊക്കെ നിങ്ങൾ മൈസൂർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് പ്ലേസുകൾ അവിടെ ഉണ്ട്. ഗൂഗിളിലൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒത്തിരി ചാനലുകളിലൊക്കെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പോരാൻ പറ്റും. പിന്നെ ഈ പാലസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൂ ആണെങ്കിലും അവർ നല്ല രീതിയിലാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഒത്തിരി അനിമൽസ് ഉണ്ട്. ഞാനിതിന് മുന്നേ തൃശ്ശൂരും ട്രിവാൻഡ്രം സൂവിലും പോയിട്ടുള്ളൂ. പിന്നെ ഞാൻ കണ്ട ഒരു വലിയ സൂ എന്ന് പറയുന്നത് ഈ മൈസൂർ സൂ ആണ്. ഇവിടെ ഒത്തിരി അനിമൽസ് ഉണ്ട്. ഞാൻ എല്ലാ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫോണിലെ ചാർജൊക്കെ കുറവായിരുന്നു. അപ്പോൾ അടിപൊളി സൂ ആണ്, മസ്റ്റ് വിസിറ്റ് ആണ് കുട്ടികളെ കൊണ്ട്.
ഇത് കഴിഞ്ഞ് സൂവിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു. വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റോഡിൽ പോകുന്ന സമയത്ത് അവിടെ എന്തോ ഉത്സവം നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായി. പിന്നെ കുതിരവണ്ടിയുടെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു രാത്രി കാണാൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അക്വാ ഷോ സംഭവം. മീനുകളുടെ എന്തോ അവിടെ ഞങ്ങൾ കയറിയില്ലായിരുന്നു. അപ്പോൾ അത് രാത്രിയും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടി. പൈസ ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു, എന്നാലും നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മൈസൂർ വിശേഷങ്ങൾ. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.